ഇപ്പോൾ ഷെയ്ഖ് സാലിഹ് ബിൻ ഉസൈമീൻ റഹിമഹുല്ല പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൽപ്പിച്ചാൽ അതിൻ്റെ ഹിക്മത്ത്, അതിൻ്റെ ഇല്ലത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് കൽപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രയോഗത്തിൻ്റെ അപകടം നമ്മൾ കാണുന്നത്, പിന്നെ മർക്കസ് ദഅവ വിഭാഗം നടത്തിയതിൻ്റെ അപകടം നമ്മൾ കാണുകയാണ്. ഇനി ഇവിടെ അതേ പ്രയോഗം ഇതിൻ്റെ 180-ാമത്തെ പേജിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ഒരു മറുപടി ഉണ്ട്, അൻതി ഹറൂരിയ. അപ്പോൾ നമ്മളിപ്പോഴത്തെ ഭാഷ ചോദിച്ചാൽ എന്താ, നീ എന്താ ഒരു യുക്തിവാദിയാണോ, എന്താ യുക്തി കൊണ്ട് പ്രമാണത്തെ കാണുന്ന ആളാണോ, നബി പറഞ്ഞാൽ പോരെ എന്നാണ് ചോദിക്കേണ്ടത്. പരിശുദ്ധ ഇസ്ലാം പ്രമാണങ്ങളുടെ പിൻബലത്തിൽ നിലനിൽക്കുന്ന മതമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുമ്പോൾ 2 കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞത്. വിശുദ്ധ ഖുർആനും ഖുർആനിൻ്റെ വിശദീകരണമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും. ഇത് രണ്ടും മുറുകെ പിടിച്ചുകൊണ്ടാണ് വിശ്വാസികളായ ആളുകൾ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. ഇന്ന് പ്രൂഫ് പോയിന്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രമാണങ്ങളെ എങ്ങനെയാണ് വിശ്വാസികളായ ആളുകൾ നോക്കിക്കാണേണ്ടത്, ആ മേഖലയിൽ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം ബഹുമാന്യനായ ഷബീബ് സ്വലാഹിയോടാണ്. ഇസ്ലാമിലെ പ്രമാണങ്ങളെ എങ്ങനെയാണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത്? ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ അമ്മാ ബഅദ്. ഇസ്ലാം എന്നുള്ളത് പ്രമാണബദ്ധമായ മതമാണ്. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളെ മനസ്സിലാക്കുന്നിടത്തും സ്വീകരിക്കുന്നിടത്തുമൊക്കെ ഓരോ വിശ്വാസിയും നിർബന്ധമായും ഇസ്ലാം പഠിപ്പിച്ച രീതി തന്നെ സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ ആമുഖത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോയി എന്ന് നബി തന്നെ പറഞ്ഞു. അതിലൊന്ന് അള്ളാഹുവിൻ്റെ കിതാബാണ്, രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ്. ഈ കിതാബും സുന്നത്തും ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരിക്കലും അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവർക്ക് പാടുള്ളതല്ല എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വ റസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വ റസൂലുഹു അംറ. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു മുഅ്മിനായ പുരുഷനോ മുഅ്മിനത്തായ സ്ത്രീക്കോ പാടുള്ളതല്ല അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവരുടെ വിഷയങ്ങളിൽ അതല്ലെങ്കിൽ അവരുടെ കൽപ്പനകളിൽ ഒരു ഖിയറത്ത്, ഒരു സ്വതന്ത്രാധികാരം ഒരിക്കലും തന്നെ പാടുള്ളതല്ല. അള്ളാഹു കൽപ്പിച്ച ആ ഹുക്കുമിനെ അതുപോലെ, റസൂലുള്ള പഠിപ്പിച്ച ആ ഹുക്കുമിനെ അതുപോലെ സ്വീകരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ തന്നെ വീണ്ടും നമ്മൾ നോക്കുകയാണ്, ഈ സൂറത്തു നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വ റസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വ അതഅനാ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ. ഇവിടെ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്, അറബി ഭാഷ അറിയുന്ന ആളുകൾക്കറിയാം, ഇന്നമ എന്നുള്ള പദപ്രയോഗം അത് ഹസറിനെ ഇഫാദത്ത് ചെയ്യുന്ന സീഗ എന്നാണ് പറയാറുള്ളത്. അഥവാ ആ കാര്യം അതിന് ശേഷം വരുന്നത് അത് മാത്രമായിരിക്കും എന്ന്. അഥവാ ഒരു വ്യക്തിയുടെ ഇപ്പോൾ ഇന്നമ ഖൗലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഖൗല് ഇതുമാത്രമായിരിക്കും. ഇദാ ദുഉ ഇലല്ലാഹി വ റസൂലിഹി, അവരെ അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കും ക്ഷണിച്ചു കഴിഞ്ഞാൽ ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുവാൻ. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണല്ലോ പ്രമാണത്തിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ ആ നിലക്ക് തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടി അവരെ വിളിച്ചു കഴിഞ്ഞാൽ അൻ യഖൂലു സമിഅന വ അതഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ വിശ്വാസിയുടെ നിലപാട് എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹ് പറയുന്നു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഉലൈക്കൽ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞാൽ തന്നെ അവരാണ് വിജയിച്ചവർ എന്നാണ്. പിന്നെ എന്തിനാണ് ഇവിടെ ഒരു ലമീർ ഫസ്ൽ എന്ന് പറയും, ഹും എന്ന്, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലമീർ ഫസ്ലിനെ കൊണ്ടുവന്നു. അത് ആ വിഷയം ഒന്നുകൂടി ശക്തിപ്പെടുത്താനാണ്. അഥവാ അവർ തന്നെയാണ്, അതല്ലെങ്കിൽ അവർ മാത്രമാണ് വിജയിച്ചവർ എന്നാണ് അങ്ങനെ വരുമ്പോൾ അർത്ഥം വരിക. അപ്പോൾ വിശ്വാസം നമ്മൾ സ്വീകരിക്കുന്നത് എന്തിന്? വിജയിക്കാനാണ്.
അപ്പോൾ നമ്മൾ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ വിജയിക്കണമെങ്കിൽ അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ സമീഅന വ അതഅന, അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ സമീഅന വ അതഅന, അവിടെ മറ്റൊരു സാധ്യത നമ്മുടെ മുമ്പിലില്ല. ആ രൂപത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ വിജയിച്ച വിശ്വാസികളായിക്കൊണ്ട് മാറുകയുള്ളൂ എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. മനസ്സിലായി. ഷബീസ്ലായി പറഞ്ഞു സമീഅന വ അതഅന, ഇതായിരിക്കണം നമ്മുടെ നിലപാട്. പ്രമാണങ്ങൾ നമ്മൾ സ്വീകരിക്കുന്ന മേഖലയിലുള്ള നിലപാട് പറഞ്ഞു. എന്നാൽ ഈ പ്രമാണങ്ങളെ നിഷേധിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രമാണങ്ങളെ നിഷേധിക്കുന്ന ആളുകൾ നമ്മുടെയൊക്കെ ഇടയിൽ ഉണ്ടെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് അവരെ നമ്മൾ നോക്കിക്കാണേണ്ടത്? ശരിക്കും നമ്മൾ സമൂഹത്തിന് തുറന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണിത്. കാരണം പ്രമാണങ്ങളുടെ പ്രസക്തിയും അതിൻ്റെ പ്രാധാന്യമൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതവർക്ക് ശരിക്ക് ഉൾക്കൊള്ളണമെങ്കിൽ മറുവശം കൂടി എന്ത് ചെയ്യണം? ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പഴയകാല പണ്ഡിതന്മാർ വക്ക മൗലവി റഹിമഹുല്ല, കെ എം മൗലവി റഹിമഹുല്ല, ആ നിലക്ക് തുടങ്ങി മഹാരഥന്മാരായ പണ്ഡിതന്മാർ പ്രവാചകന്മാർ സമൂഹത്തിൽ എന്തുകൊണ്ടാണോ തസ്കിയത്തും തെർബിയത്തും ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെയാണ് അവരും മുന്നോട്ട് വന്നത്. വിശുദ്ധ ഖുർആനും അതിൻ്റെ വിവരണവും വിശദീകരണവും ഒക്കെ ആയിട്ടുള്ള നബിവചനങ്ങളെ നബിചര്യയെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. അതിൻ്റേതായ ഒരു വിജയം അവിടെ കിട്ടുകയും ചെയ്തു, ഭയങ്കരമായ വിജയം. കാരണം അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളൊക്കെ എടുത്തെറിയപ്പെട്ടു, കുറേ ആളുകൾക്ക് തിരിച്ചറിവുണ്ടായി. പക്ഷേ അന്നും പിന്നെ പല ഉസ്താദുമാരും ഭയങ്കരമായ എതിർപ്പിലായിരുന്നു. അവരതുവരെ നിലനിർത്തിയ ചൂഷണങ്ങൾക്ക് ഇതൊരു തടസ്സമാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും പ്രമാണങ്ങളിൽ നിന്ന് അകറ്റുന്നതിലേക്കാണ് അവരെന്തായത് ആളുകളെ കൊണ്ടുപോയത്. അതിൻ്റെ ഭാഗമായി അന്ധമായ അനുകരണങ്ങളും കുറേ വ്യാജ വാക്കുകൾ, നബിസ്വല്ലാസ്ലം പറയാത്ത വാക്കുകൾ, നബിസ്വല്ലാസ്ലം സ്ഥിരപ്പെടാത്ത വാക്കുകൾ, ഇതൊക്കെ സ്വീകരിച്ചു പോരുന്ന അവസ്ഥ ഉണ്ടായി. ഒരർത്ഥത്തിൽ സ്വഹീഹായി വന്ന ഹദീസുകളെ ഷിർക്കിനും ബിദ്അത്തിനും തെളിവാക്കുക, അഥവാ ദുർവ്യാഖ്യാനിക്കുക എന്നർത്ഥം. മറ്റൊരു നിലക്ക് സ്വഹീഹല്ല, അല്ലെങ്കിൽ ഹദീസ് തന്നെ അല്ല, കെട്ടിച്ചമച്ചുണ്ടാക്കിയ കാര്യങ്ങൾ, കള്ളക്കഥകൾ, അതെ മൗലൂ, ഇതൊക്കെ എടുത്തിട്ട് ഇതെല്ലാം പ്രമാണങ്ങളാണ് എന്ന് സമൂഹത്തിൽ സമസ്ത വിഭാഗ ഉസ്താദുമാർ അന്നേ തുടങ്ങി, ഇന്നും അത് ശക്തമായി തന്നെ അവർ തുടർന്ന് പോവുകയാണ്. പിന്നെ അതേപോലെ തബ്ലീഗ് ജമാഅത്തിൻ്റെ ആളുകൾ, അവരുടെ നേതാവിൻ്റെ കുറേ കഥകൾ, അതേപോലെ തന്നെ സ്വപ്ന കഥകൾ, അവിടെ പറയപ്പെട്ടു ഇവിടെ പറയപ്പെട്ടു, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന് നിസ്കാരത്തിന് പോരിഷുണ്ട്, ഹജ്ജിന് പോരിഷുണ്ട് എന്ന് ഇസ്ലാം പറയാത്തൊരു തലത്തിലാണ് അവരെന്തായത് അതൊക്കെ പറഞ്ഞു കൊടുത്തത്. പിന്നെ ഇവിടെ കുറച്ചുകൂടിയും ഒരു പ്രശ്നത്തേക്ക് വന്നൊരു ഭാഗം എന്താ വെച്ചാൽ, അബുൽ അഅ്ല മൗദൂദി സാഹിബിൻ്റെ കീഴിൽ അദ്ദേഹം കൊണ്ടുവന്ന ആശയത്തിൻ്റെ പ്രചാരകരായി ജമാഅത്തെ ഇസ്ലാമിക്കാരിവിടെ കടന്നു വന്നു. അവിടെ മുതൽ ഒരു പ്രത്യേക ഒരു സാഹിത്യ ശൈലിയിലേക്ക് എന്ത് ചെയ്യാണ്, ചില പ്രയോഗങ്ങളൊക്കെ വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അക്ഷരവായന, അക്ഷരപൂജ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ രംഗത്ത് വന്നത്. അവരുടെ മാസികയായിട്ടുള്ള പ്രബോധനത്തിൽ അക്ഷരപൂജകർ എന്ന് പ്രയോഗിക്കപ്പെട്ടു. ഇപ്പോൾ മാധ്യമം, അവരുടെ പത്രമാണ് മാധ്യമം, ആ മാധ്യമത്തിൻ്റെ ഒരു ഇതിൽ വന്നിട്ടുള്ളത് 2013 മാധ്യമത്തിൽ വന്ന ഒരു ഭാഗം വായിച്ചാൽ മറ്റൊരർത്ഥത്തിൽ കടുത്ത അക്ഷരപൂജയിൽ അധിഷ്ഠിതമായ ഇസ്ലാമിനെയാണ് നവസലഫിസം പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രയോഗിച്ച അക്ഷരപൂജയിൽ അധിഷ്ഠിതമായ, എന്നിട്ട് ഇസ്ലാമിക ചിന്താ പ്രപഞ്ചത്തിലെ ഏറ്റവും യാഥാസ്ഥികവും തീവ്രവുമായ ധാരയായിട്ടാണ് അത് ഇന്ന് പരിഗണിക്കപ്പെടുന്നത്. പ്രമാണങ്ങളിലെ കടുംപിടുത്തം കാരണം, അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിൽക്കുക എന്നുള്ളതിനെ ഒരു കടുംപിടുത്തം, ഒരു ഭയങ്കര ഒരു വാശി വൈരാഗ്യം തീർക്കുക എന്നുള്ള രീതിയിലാണ്. ശരിക്കും അതാണല്ലോ ഇസ്ലാമിൻ്റെ നിലപാട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രയോഗം സമൂഹത്തിൽ കടന്നു വന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് സിറാത്തുൽ മുസ്തഖീമിനെ പറ്റി പറഞ്ഞ ഹദീസ്, താടിയുടെ വിഷയത്തിൽ വന്ന ഹദീസ്, ഇസ്ലാമിക വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ വന്ന ഹദീസ്, മ്യൂസിക് നിഷിദ്ധമായി വന്ന, ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ അവരെന്ത് ചെയ്തു, ഈ ഒരു പ്രയോഗത്തിലൂടെ അവർ ഒരു കുഴപ്പമില്ല, അതൊന്നും അത്ര പ്രശ്നമാക്കേണ്ടതില്ല, അതെ എന്ന അവസ്ഥയ്ക്കെത്തി. ശരിക്ക് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ദൂതരെയും അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് ഫൈൻ തവല്ലൗ എന്നൊരു പ്രയോഗമുണ്ട്. ഇനി ഇതൊന്നും ഉൾക്കൊള്ളാതെ പിന്തിരിഞ്ഞാൽ
അപ്പോൾ ഈ ഹക്കിൽ നിന്ന് പിന്തിരിയാൻ പല കാരണങ്ങളും ആളുകൾ കൊണ്ടുവരും. അതിൽപ്പെട്ട ഒന്നാണിത്. ഒരു പദേ പ്രയോഗിച്ചിട്ടുള്ളൂ, പക്ഷേ ആ പദത്തിൻ്റെ ഉള്ളിൽ അപകടത്തിൻ്റെ ആഴെത്രയാണ്. ഇതൊക്കെ മൗലൂദി സാഹിബ് തന്നെ പല ഹദീസുകളെയും പിന്നെ ഒരു പ്രത്യേക ഇവർ കാണിക്കുന്ന ഒരു തലത്തിൽ നിശ്ചയിച്ച ആളാണ്. അത് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ ആ നിലക്കാണ്. ശരിക്കും ആ പ്രശ്നം വന്നാൽ പിന്നെ ഒരു അവിശ്വാസത്തിലേക്കും ശപിക്കപ്പെട്ട ശൈത്വാൻ അനുസരിക്കുന്നതിലേക്കും പോകുകയല്ലാതെ നിർവാഹമല്ല എന്നാണ് പണ്ഡിതന്മാരെന്ത് ചെയ്യുന്നത് ഇത്തരം ആയത്തെ വിഷയത്തിൽ പറയുന്നത്. പിന്നെ അതിവ്യാപകമായ നിഷേധങ്ങളുണ്ടായി. ഇതേ പ്രയോഗം പിന്നെ നമ്മൾ കാണുന്നത് 2000-ന് ശേഷം മർക്കസ് ദഅവ വിഭാഗത്തിൻ്റെ ഔദ്യോഗിക വാരിക ഷബാവ് വാരിക. ഈ ഷബാവ് വാരികയിൽ പിന്നെ ഏകദേശം ഇവർ പറഞ്ഞ അതേ ശൈലിയിൽ തന്നെ ഇതിൻ്റെ 24-ാമത്തെ പേജ് പിന്നെ 2009 ഷബാബാണ്. മുജാഹിദുകളിലെ നവയാഥാസ്ഥിക വിഭാഗം മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം സമുദായത്തിൽ വളർത്തിയെടുക്കാൻ ശ്രമിച്ച ചിന്താപരമായ ഉത്ബുദ്ധതയ്ക്ക് ഘടകവിരുദ്ധമായി പണ്ഡിതാഭിപ്രായങ്ങളോടുള്ള അന്ധമായ പ്രതിബദ്ധതയും മതപ്രമാണങ്ങളോടുള്ള അക്ഷരപൂജയും വെച്ച് പുലർത്തുന്നവരായി. ഒരേ പ്രയോഗം. അഥവാ ഇതൊക്കെ എന്താ വെച്ചാൽ ഹദീസുകളെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എങ്ങനെ വിശദീകരിച്ചു അതൊന്നും നമ്മൾ പ്രശ്നമാക്കണ്ട, നമ്മൾ കാര്യമാക്കണ്ട. നമുക്ക് തോന്നിയ പോലെ നമ്മളെ അഭിപ്രായങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും പുരോഗതിക്കൊക്കെ അനുസരിച്ച് നമ്മൾ എടുക്കുക എന്നുള്ളിടത്തേക്ക് എത്തി. അപ്പോൾ ഇത് അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല. അതേ ഷബാബിൻ്റെ 2023 ജനുവരിയിലക്കം ഷബാബിൽ ഇതേ സംഗതി മർക്കസ് ദഅവ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ 25-ാമത്തെ പേജിൽ എഴുതുകയാണ്. പ്രമാണങ്ങളുടെ അക്ഷരവായന ആന്തരികവൽക്കരിച്ച പ്രസ്തുത രീതിശാസ്ത്രം സാമൂഹിക രംഗങ്ങളിൽ നിന്നുള്ള പിന്മാറ്റത്തിനും കാർക്കശ്യത്തിലേക്കും വഴിതെളിച്ചു. ഈ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വെച്ചൊരാശയം എന്താണോ ചില പദങ്ങൾ മാറ്റിയിട്ട് അതിനെങ്ങനെ ഉപയോഗിച്ചു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ ഉണ്ടായി? തൗഹീദിൽ വരെ പ്രശ്നം വന്നു. അതേപോലെ തന്നെ നിരവധി ഹദീസുകളെ പരിഹസിക്കുന്നിടത്തേക്ക് എത്തി. നമ്മളതിൻ്റെ ഗൗരവം പലപ്പോഴും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇവരുമായിട്ടൊരു ലയനം ഉണ്ടായി. നമ്മളെ സീരി ടവർ വിഭാഗവും ഇവരും തമ്മിൽ ലയിച്ചു. ലയനശേഷം നടന്ന 2ാം സമ്മേളനം, 1ാം സമ്മേളനം എല്ലാവരും ഒരുമിച്ചാണ്. 2ാമത്തെ ഇപ്പോൾ അവസാനം കഴിഞ്ഞ 2022-ലെ 23-ലെ ആ സമ്മേളനത്തിലെ സോവനിയറിൽ ഇതേ പ്രയോഗം നമ്മൾ വീണ്ടും കാണും. ഇതൊരു പ്രയോഗമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രയോഗത്തിൻ്റെ അപകടം നമ്മൾ കാണുന്നത്, പിന്നെ മർക്കസ് ദഅവ വിഭാഗം നടത്തിയതിൻ്റെ അപകടം നമ്മൾ കാണുകയാണ്. ഇനി ഇവിടെ അതേ പ്രയോഗം ഇതിൻ്റെ 180-ാമത്തെ പേജിൽ ചിന്താരംഗത്തെ ഉപരിവിപ്ലവതയും വ്യാഖ്യാനങ്ങളിലെ അക്ഷരപൂജയും കർമ്മശാസ്ത്രത്തിലെ ലാഹിരി സമീപനവും ജീവിതത്തിലെ നാട്യപ്രകടനങ്ങളും പ്രത്യക്ഷമാവുമ്പോൾ ഇസ്ലാഹിൻ്റെ ഊർജവും ഓജസ്സും കുറഞ്ഞു വരുന്നതായി കാണാം. അങ്ങനെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയായി വരുന്ന ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണിവിടെ. ഇപ്പോൾ ഇതൊക്കെ ഉദ്ദേശിക്കണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ വിഭാഗത്തിലും താടിയുടെ ഹദീസിനെ പരിഹസിക്കുന്നവരുണ്ട്, വസ്ത്രത്തിൻ്റെ ഹദീസിനെ പരിഹസിക്കുന്നവരുണ്ട്, സിഹറുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിച്ച മന്ത്രവുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ നിരവധി. അജ്വ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഇങ്ങനെ കണ്ണേർ വെല്ലുവിളിക്കുന്ന ആളുകൾ ആ നിലക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പരിഹാസത്തിലേക്കും നിഷേധത്തിലേക്കുമാണ് ഇത് ഇങ്ങനെയുള്ള നേതാക്കളെയും പിന്നെ ഒക്കെ കൊണ്ടെത്തിക്കുക. ശരിക്ക് ഈ ഇസ്തിസായിൻ്റെ ഗൗരവം ഷെയ്ഖ് നാസിർ സഅദി റഹിമഹുല്ലൊക്കെ വിശുദ്ധ ഖുർആനിലെ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞത് ഇത് ദീനുമെന്ന് തന്നെ വിട്ടുപോകാൻ കാരണമാവും. ചില ആൾക്കാർ പറഞ്ഞല്ലോ എൻ്റെ ഇത്ര വർഷം വെറുതെ ആയി എന്നൊക്കെ പറഞ്ഞ അവസ്ഥയ്ക്ക് എത്തിയല്ലോ. അപ്പോൾ അങ്ങനെ, കാരണം ഇത് ഇസ്ലാമിൻ്റെ അസിലാണ്. മബിനിയുൻ അല തഅലീമില്ല വ തഅലീമി ദീനിഹി വ റുസുലിഹി എന്നാണ്. ഇസ്ലാമിൻ്റെ അസിൽ പറഞ്ഞാൽ അള്ളാഹിനെ ബഹുമാനിക്കലും ദീനിനെ ബഹുമാനിക്കലും അതേപോലെ പ്രവാചകന്മാർ പഠിപ്പിച്ച കാര്യങ്ങൾ ബഹുമാനിക്കലാണ്. പരിഹാസം വന്നാൽ നമ്മുടെ വിശ്വാസവും കർമ്മങ്ങളൊക്കെ തകർന്നടിയാൻ അത് കാരണമാകും. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് പറയാനുള്ളത്. അതിൽ പിന്നെ ഒരു കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഭാഗത്ത് പ്രമാണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരൊക്കെ വരാറുണ്ട്. ഞങ്ങൾക്കും പ്രമാണം തന്നെയാണ് എടുക്കാനുള്ളത്, ഖുർആനാണ് സുന്നത്താണെന്നൊക്കെ അവർ പറയും. പക്ഷേ ഖുർആനിലൊരു കാര്യം സ്ഥിരപ്പെട്ടു, ഹദീസിലൊരു കാര്യം സ്ഥിരപ്പെട്ടു. എന്നാൽ അവർ പറയാറുള്ളത് ഞങ്ങളെ ഇമാമ് അത് പറഞ്ഞിട്ടില്ല, അപ്പം ഞങ്ങളെ ഇമാമ് പറഞ്ഞാലേ ഞങ്ങൾക്ക് എടുക്കേണ്ടതുള്ളൂ. നമ്മളെ ഇമാമ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രമാണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നൊരവസ്ഥ കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയുടെ ഇമാമുമാരെ കടന്നു വന്ന ആളുകളാണ്
ഇപ്പോൾ ഒന്ന് അബു ഹനീഫ ഇമാം റഹിമഹുല്ല, പിന്നെ അതുപോലെ തന്നെ ഇമാം ഷാഫി റഹിമഹുല്ല, ഇമാം മാലിക് റഹിമഹുല്ല, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, ഇമാം സുഫിയാൻ സൗരി ഉണ്ട്. എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഇമാമുമാരുണ്ട്. അതിൽ 4 മദ്ഹബ് ഇന്ന് വളരെ പ്രമുഖ മദ്ഹബുകളായി ബാക്കി നിൽക്കുന്നു എന്ന് മാത്രം. ഇവരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി, മത്താ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി. അവർക്ക് കിട്ടിയ ഹദീസുകളും അവർ സ്വഹീഹായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞതാണ് മദ്ഹബുകളായിക്കൊണ്ട് സ്ഥിരപ്പെട്ടു വന്നത്. എന്നാൽ അവർ തന്നെ പറഞ്ഞു വെച്ചു, ഒരു ഹദീസ് സ്വഹീഹായി വരികയും അതോടൊപ്പം തന്നെ ആ സ്വഹീഹായ ഹദീസിനെതിരിൽ എൻ്റെ കൗല് വരികയും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കൗല് ഒഴിവാക്കണം എന്ന് പറഞ്ഞ ആ ഭാഗം വളരെ സുന്ദരമായി മാറ്റിവെച്ച് ഇമാമുമാർ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഇമാമുമാർക്ക് പോലും അറിയാത്തത് മദ്ഹബുകളുടെ പേരിൽ നിന്ന് എന്താക്കുന്നുണ്ട്, ഇവരെ ഇറക്കി വിടുന്നുണ്ട്. ഇപ്പോൾ സാധുക്കളായ ആളുകൾ സുന്നികൾ വിചാരിക്കാറുള്ളതൊക്കെ ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞതാണ്, അതുകൊണ്ടായിരിക്കും ഉസ്താദ്മാർ പറയേണ്ടതെന്നാണ്. യഥാർത്ഥത്തിൽ ഇമാം ഷാഫി റഹിമഹുല്ലയുടെ ഗ്രന്ഥങ്ങളിലേക്കോ മദ്ഹബിലേക്കോ ചെന്ന് കഴിഞ്ഞാൽ പോലും യാതൊരു തെളിവുമില്ലാത്ത കാര്യങ്ങൾ പോലും ഇത്തരം ആളുകൾ ചെയ്യുന്നത് കാണാം. സുബൈക്ക് അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഷാഫി മദ്ഹബിലില്ല. ഇമാം ഷാഫി റഹിമഹുല്ല അതിനെന്താക്കുന്നുണ്ട്, ഒരർത്ഥത്തിൽ ഷാഫി മദ്ഹബുകാരാണെന്ന് പറയുന്നവരെന്തെങ്കിലും അതെടുക്കുന്നില്ല. അവര് ശരിയായ ഹദീസാണ് അവിടെ എടുക്കുന്നത്. അങ്ങനെ പല മേഖലകളിൽ ഇങ്ങനെ ഇപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം, സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങൾ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇമാം സലാം വീട്ടിൽ കഴിഞ്ഞാൽ എണീറ്റ് പോകുന്ന മസ്അല ചർച്ച ചെയ്യുന്നിടത്ത് ബാക്കിൽ സ്ത്രീകളുണ്ടെങ്കിൽ ഇമാം എന്താക്കണം, അവിടെ തന്നെ ഇരിക്കണം. അവർ പോയി കഴിഞ്ഞെന്ന് ഉറപ്പായ ശേഷം മാത്രമേ ഇമാം എന്താൻ പാടുള്ളൂ, തിരിയാൻ പാടുള്ളൂ, എണീക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഷാഫി മദ്ഹബിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നതിന് വിലക്കില്ല. എന്നാലും ഏതായിരുന്നാലും സലഫികളുടെ ദഅവത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ സ്ത്രീകൾ പള്ളിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. യാത്രക്കാരികളായിട്ടും അല്ലാതെയൊക്കെ പള്ളിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഭാവിയിൽ അവർ പള്ളിൻ്റെ ഉള്ളിൽ എത്തുമെന്ന് തന്നെയാണ് നമ്മൾ എന്താക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അതിന് അള്ളാഹുവിൽക്ക് തൗഫീഖ് കൊടുക്കട്ടെ. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ പള്ളിയിൽ കയറി മരിച്ചാൽ മാത്രമാണ്, മയ്യത്ത് പള്ളിയിൽ കയറ്റും, അതുപോലെ തന്നെ നിസ്കാരം കഴിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പള്ളിയിൽ കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ പള്ളി ഉദ്ഘാടനത്തിൻ്റെ അന്ന് ഒക്കെ പള്ളിയിൽ വേണമെങ്കിൽ കാണാനൊക്കെ കയറാൻ പറ്റും. ഉസ്താദിൻ്റെ അടുത്തുനിന്ന് മന്ത്രിക്കാൻ വേണ്ടി എന്താക്കാൻ പറ്റും, കയറാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് പ്രമാണങ്ങളെ നോക്കി കാണേണ്ട രൂപത്തിൽ നോക്കി കാണാതെ തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് വരുന്ന വിഷയങ്ങളാണിത്. ഒരിക്കലും തന്നെ നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, അള്ളാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ മൂസലായി സൂചിപ്പിച്ചാൽ ഇപ്പോൾ അക്ഷരപൂജകർ അങ്ങനെ പല പരിഹാസവാക്കുകളും ഈ പ്രമാണം സ്വീകരിക്കുന്ന ആളുകളെക്കുറിച്ച് ചില ആളുകൾ പറയാറുണ്ട്. ഇപ്പം ജമാഅത്ത് ഇസ്ലാമി അതേപോലെ തന്നെ മർക്കസ് ദഅവ കേന്ദ്രീകരിച്ചവർ ഒടുവിൽ നമ്മുടെ കേനമിൻ്റെ സഹോദരങ്ങൾ വരെ അതേ പദങ്ങൾ, വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ അതേ പദങ്ങളാണ് ഇതിലുള്ളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ പിന്നെ ഒരു സംശയമായിട്ട് നമ്മൾ കാലത്തിനനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ വായിക്കേണ്ടതില്ലേ? പ്രമാണങ്ങളെ മുന്നിൽ വെച്ച് തന്നെ കാലത്തിനനുസരിച്ചൊക്കെ ഒന്ന് മാറിക്കൂടെ എന്നൊക്കെ വിമർശകർ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കൊടുക്കുന്നൊരു മറുപടി, കാലം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഒരേ രൂപത്തിലാണ് സഞ്ചരിക്കേണ്ടത്. അത് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. കാലത്തിനല്ല മാറ്റം, മനുഷ്യന്മാർക്കാണ് മാറ്റം. മനുഷ്യന്മാരുടെ മാറ്റത്തിനനുസരിച്ച് പ്രമാണത്തെ നമ്മൾ മാറ്റാൻ നിന്നാൽ, സാധാരണ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, കാലിനൊത്ത് ചെരുപ്പാണോ മുറിക്കേണ്ടത്, ചെരുപ്പിനൊത്ത് കാലാണോ മുറിക്കേണ്ടത്. ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇസ്ലാം സർവ്വകാലികമാണ്, ഇസ്ലാം സർവ്വലൗകികമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഓരോ കാലത്തിനനുസരിച്ച് പ്രമാണത്തെ പുതിയ രൂപത്തിൽ വ്യാഖ്യാനിക്കുക എന്നുള്ളതല്ല. ഏത് കാലത്തേക്കും അനുയോജ്യമായ രൂപത്തിലാണ് ഈ പ്രമാണത്തെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ ഒന്നാമതായിക്കൊണ്ട് ഉണ്ടാകുക എന്നുള്ളതാണ് ഈ രംഗത്ത് എല്ലാവർക്കും വേണ്ടത്. നേരത്തെ ഞാൻ ഓതിയ വെച്ച ആയത്ത് തന്നെ, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വ റസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം എന്ന് അള്ളാഹ് പറഞ്ഞാൽ ആ ഖിയറത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ അത് ഏത് കാലഘട്ടത്തിലും മുഅ്മിനാണോ മുഅ്മിനത്താണോ അവർക്ക് ആ പ്രമാണത്തിൽ നിന്നാൽ മതി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പോൾ മുആദ എന്ന് പറയുന്നൊരു സ്ത്രീ വനിത ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വരുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നിട്ട് മുആദ ചോദിക്കുകയാണ്, മാ ബാലുൽ ഹാഇളി തഖ്ലി സൗമ വല തഖ്ലി സ്വല. എന്താണ് ഈ ആർത്തവകാരികളുടെ വിഷയത്തിൽ പറയാനുള്ളത്? കാരണം അവർക്ക് ആർത്തവം ഉണ്ടായി കഴിഞ്ഞ് ഒഴിവാക്കിയ നോമ്പ് അവർ നോറ്റ് കിട്ടണം.
ആർത്തവ കാലഘട്ടത്തിൽ അവർക്ക് നഷ്ടപ്പെട്ട നിസ്കാരം അവർ നിസ്കരിച്ച് വീട്ടേണ്ടതുമില്ല. എന്താണ് ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം? എന്താണ്? രണ്ടും ഇബാദത്താണല്ലോ. എന്താണ് ഇതിൻ്റെ പിന്നിലെ യുക്തി എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ഒരു മറുപടി ഉണ്ട്. അൻതി ഹറൂരിയ, അല്ല നീ അല്ല ഹറൂരിയാണോ? ഈ ഹറൂരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖവാരിജുകളായിരുന്നു. ഖവാരിജുകൾ പ്രമാണത്തെ സലഫുകളുടെ മനഹജിൽ നിന്ന് വിട്ട് സ്വന്തം ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് അവർക്ക് എന്താകേണ്ടി വന്നത്, വേറെ ഗ്രൂപ്പായി പോകേണ്ടി വന്നത്. അപ്പോൾ നീ നമ്മളിപ്പോഴത്തെ ഭാഷ ചോദിച്ചാൽ നീ എന്താ ഒരു യുക്തിവാദിയാണോ? എന്താ യുക്തി കൊണ്ട് പ്രമാണത്തെ കാണുന്ന ആളാണോ? നബി പറഞ്ഞാൽ പോരെ എന്നാണ് ചോദിക്കേണ്ടത്. ആ നബി പറഞ്ഞാൽ പോരെ എന്ന് എവിടുന്നാണ് കിട്ടേണ്ടത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയേണ്ടത് കാന യുസീബുന ദാലിക ഫനുഉമറു ബിഖളാഇ സൗമി വലാ നുഉമറു ബിഖളാഇ സ്വലാ. നബിയുടെ കാലത്ത് ഞങ്ങൾക്കത് ഉണ്ടാകാറുണ്ടായിരുന്നു. മറ്റൊരു റിപ്പോർട്ട് നബിയുടെ കാലത്ത് തന്നെ ഉണ്ട്. അത് ഞങ്ങൾക്കത് ഉണ്ടായിട്ട് ഞങ്ങളോട് നബി എത്ര പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ നോമ്പ് നോറ്റ് വീട്ടണം, നിങ്ങൾ നിസ്കാരം പിന്നീട് വീട്ടേണ്ടതില്ല എന്ന് പറഞ്ഞു. ഞങ്ങളാരും അതിൻ്റെ ഇല്ലത്തും അതല്ലെങ്കിൽ അതിൻ്റെ കാരണവും ഹേതുവൊന്നും ചോദിക്കാൻ പോയിട്ടില്ല. ഇപ്പോൾ ഷെയ്ഖ് സാലിഹ് ബിൻ ഉസൈമീൻ റഹിമഹുല്ല പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൽപ്പിച്ചാൽ അതിൻ്റെ ഹിക്മത്ത് അതിൻ്റെ ഇല്ലത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് കൽപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നാൽ പിന്നെ ആ ഹദീസ് എന്തുകൊണ്ട് എടുക്കണം എന്ന് വെച്ചാൽ നബി പറഞ്ഞു അതന്നെയാണ്. എന്തുകൊണ്ട് എടുക്കരുത് എന്ന് പറഞ്ഞു, അത് നബി പറഞ്ഞു എടുക്കരുത്, അത്രേ ഉള്ളൂ. അതല്ലാതെ ബുദ്ധിക്ക് ഒരു സ്ഥാനമില്ല. അതിൽ എത്രത്തോളം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്തദല്ലത്ത് ബിഹി, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഷെയ്ഖ് പറയുന്നത് കാണാം, ഫസ്തദല്ലത്ത് ബിസ്സുന്ന വലൻ തദ്കുറിൽ ഇല്ല. ഇവരെ ഭാഷയിൽ പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ ആയിഷ ബി ഒരു അക്ഷര പൂജകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തെളിവ് പറഞ്ഞു, വലൻ തദ്കുറിൽ ഇല്ല. ആയിഷ റളിയല്ലാഹു അൻഹ എന്താണ് അതിൻ്റെ ഹേതു എന്ന് പറഞ്ഞില്ല. വഹാദ ഹുവ ഹഖീഖത്തു തസ്ലീമി വൽ ഇബാദ. ഒരാൾ യഥാർത്ഥ മുസ്ലിമാകുക എന്നുള്ളതിൻ്റെ അവസ്ഥ ഇതാണ്. നബി പറഞ്ഞു ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, അതാണ് ആമന്ന വസദ്ദഖന. അതുപോലെ തന്നെ വൽ ഇബാദ, ഇബാദത്തിൻ്റെ അസ്ൽ ഇതാണ്. ഒരാളിങ്ങനെ ആലോചിക്കണം, നമ്മൾ സുബഹിക്ക് രാവിലെ എണീക്കുന്നുണ്ട്, നല്ല കഷ്ടപ്പാടുണ്ട് എണീക്കാൻ, എന്നിട്ട് ആകെ 2 റക്അത്ത് നിസ്കരിക്കണുള്ളൂ. എന്നാൽ കുറച്ച് തിരക്ക് പിടിച്ച സമയമാണ് ഈ അസറിൻ്റെ സമയം, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ എത്താൻ അവിടെ 4 റക്അത്ത് നിസ്കരിക്കണം. ഈ 4 രാവിലെ എണീറ്റ് നിസ്കരിക്കണമെങ്കിൽ കുറച്ചും കൂടി എണീറ്റതിന് എന്തുണ്ട്, ഒരു ഉപകാരമുണ്ട് എന്ന് വിചാരിച്ചാൽ എന്താ കാട്ടുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് വിചാരിക്കാന്നേ ഉള്ളൂ. കാരണം പ്രമാണം എന്നുള്ള നിലക്ക് അള്ളാഹ് അങ്ങനെ പഠിപ്പിച്ചു, അതത്രേ ഉള്ളൂ. നമ്മൾ തസ്ലീം ചെയ്യുക എന്നുള്ള. ഇനി എനിക്കതിൻ്റെ ഇല്ലത്ത് ബോധ്യപ്പെട്ടിട്ടേ ഞാനത് എടുക്കുള്ളൂ എന്നാണ് ഒരാൾ വാദിക്കുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഹവൻ നഫ്സിനെയാണ് പിൻപറ്റുന്നത്, ഒരിക്കലും എന്തല്ല പ്രമാണത്തെ. അവിടെ ഇലാഹ എന്ന് പറയുന്നിടത്തേക്കാണ് എത്തുന്നത്. അപ്പോൾ ഈ അക്ഷരപൂജ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ പദത്തിന് കേൾക്കാൻ നല്ല രസമാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ വലിയ അപകടമാണ് മറഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളെ എപ്പോഴും നമ്മൾ നോക്കി കാണേണ്ടത് ഈ രൂപത്തിലാണ്. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്താക്കേണ്ടതില്ല, കാലത്തിനനുസരിച്ച് പ്രമാണത്തെ കൂട്ടി മാറ്റേണ്ടതില്ല. ഉള്ളതുപോലെ പറഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് ആ വിഷയത്തിൽ. ശരിക്ക് സമൂഹത്തിൽ പ്രാപഞ്ചികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളും പുരോഗതിയൊക്കെ അള്ളാഹ് കണക്കാക്കണം തന്നെയാണല്ലോ. ഈ നിയമങ്ങൾ ശർഈയായി വെച്ചതും അള്ളാഹ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജീവിത വളർച്ചയ്ക്ക് വിഘാതമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതെങ്കിൽ അള്ളാഹു നിയമമാക്കൂലല്ലോ. ആ ഒരു തിരിച്ചറിവിലേക്കെങ്കിലും എന്ത് ചെയ്യണം, ഇത്തരം ആളുകൾ എത്തണം. ശരിക്കും ഇവരെ കാഴ്ചപ്പാട് തന്നെ വിശുദ്ധ ഖുർആനെതിരാണ്. അള്ളാഹു വെച്ച ശറൈൻ തന്നെ എന്താണ് എതിരാകുന്നൊരു വലിയൊരു കാഴ്ചപ്പാടാണ് ഇവരുടെ അടുത്തൊക്കെ ഉള്ളത്. നമുക്ക് ഇന്നത്തെ ഈ വിഷയം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിലെ പ്രമാണം എപ്പോഴും സമ്പൂർണ്ണമാണ്. എല്ലാ കാലത്തും ഏത് സമയത്തും ഒരു പ്രയാസമല്ല നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ പ്രമാണങ്ങളെ നിഷേധിക്കുന്ന ആളുകൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി പ്രമാണങ്ങളെ സത്യസന്ധമായി പഠിക്കാൻ വേണ്ടി തയ്യാറാകണം.